ജനങ്ങളുടെ പൊറുതിമുട്ടിന് അറുതി. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിയിലെ മണൽ ഖനനം അവസാനിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിനിടയിൽ 2 തൂണുകൾ താഴ്ന്ന മൂത്തുകുന്നം BP തുരുത്ത് പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ P. പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ചാലക്കുടി വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഓട്ടോറിക്ഷ തകർത്തു. സമീപത്തെ വീടിനും സബ് ആശുപത്രിയിലും കേടുപാടുകൾ വരുത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുല്ലൂറ്റ് കടുത്ത പാരിസ്ഥിതികാഘാതം സൃഷ്ടിച്ചുകൊണ്ട് കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി നടത്തിവന്നിരുന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 8 മാസത്തോളമായി കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനക്കാട് ഭാഗത്തു നിന്നും മണലെടുപ്പ് തുടങ്ങിയിട്ട് വളരെ ഇടുങ്ങിയ ഈ വഴിയിലൂടെയുള്ള മണൽക്കടത്ത് മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. നാട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്വിസ് ഇൻഫ്ര വെഞ്ചേഴ്സ് കമ്പനി GM അഭിഷേക് മണൽ ഖനനം അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഡ്രഡ്ജിംഗ് സാമഗ്രികളും ശേഷിക്കുന്ന മണലും ഏതാനും ദിവസങ്ങൾക്കകം നീക്കം ചെയ്യുമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകി. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ 8 മാസത്തോളമായി കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനക്കാട് ഭാഗത്തു നിന്നും മണലെടുപ്പ് തുടങ്ങിയിട്ട് വളരെ ഇടുങ്ങിയ ഈ വഴിയിലൂടെയുള്ള മണൽക്കടത്ത് മൂലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. പ്രദേശത്തെ പല ആളുകൾക്കും ശ്വാസമുട്ടലും വിട്ടുമാറാത്ത ചുമയുമാണ്. പല വീട്ടുകാരും മാറാത്ത രോഗം മൂലം വാടക വീടുകളിലേക്ക് മാറേണ്ടി വന്നു. പല വീടുകളിലെയും മതിലുകൾ ഇടിഞ്ഞു വീഴാറായി നിൽക്കുകയാണ്. വീടുകൾക്കും വിള്ളൽ വീണു തുടങ്ങി. ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പ് കയറാൻ തുടങ്ങി. കടുത്ത വേനൽ കൂടി വരുന്നതോടെ സമീപത്തെ കിണറുകളിൽ ഉപ്പുവെള്ളമാകും. ഖനനത്തിന് ശേഷം വരുന്ന ചെളിവെള്ളം തിരിച്ച് പുഴയിലേക്ക് തള്ളുന്നത് മൂലം മത്സ്യസമ്പത്ത് നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലായി. കനോലി കനാലിന്റെ ഈ ചെറിയ പ്രദേശത്തു നിന്ന് മാത്രം ഡ്രഡ്ജിംഗ് നടത്തി ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയും മണൽ ഇവിടെ നിന്നും എടുത്തതോടെ കരയും ഇടിഞ്ഞ് വെള്ളത്തിലായി തുടങ്ങി. ഈ പ്രശ്നത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ച് മാസങ്ങളായി സമരമുഖത്തുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി നാടിന്റെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നടത്തിയ യോഗത്തിൽ പ്രദേശവാസികളായ നിരവധി ആളുകൾ പങ്കെടുത്തു. മഞ്ഞനക്കാട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വാർഡ് കൗൺസിലർ അനിത ബാബു, ജനകീയ സമിതി അംഗങ്ങൾ, നാട്ടുകാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത നിർമ്മാണത്തിനിടയിൽ 2 തൂണുകൾ താഴ്ന്ന മൂത്തുകുന്നം BP തുരുത്ത് പാലത്തിൽ ഭാഗികമായി പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ P. പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. തൂണുകൾ ഉയർത്തണമെങ്കിൽ പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി നടത്തേണ്ടി വരുമെന്നാണ് സംഘം അഭിപ്രായപ്പെട്ടത്. മൂത്തുകുന്നം BP തുരുത്ത് പാലത്തിന്റെ 7ാം പില്ലറിനെ താങ്ങി നിർത്തുന്ന 2 തൂണുകളാണ് താഴേക്ക് ഇരുന്നു പോയത്. തൂണുകൾ താഴ്ന്ന ഭാഗത്തും പാലത്തിന്റെ മുകളിലും പരിശോധിച്ചു. തൂണുകൾ താഴ്ന്നതല്ലാതെ ഘടനാപരമായ മറ്റു പ്രശ്നങ്ങളൊന്നും പാലത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഈ ഭാഗത്ത് പാലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഭാരമുള്ള സ്റ്റീൽ ഗർഡറുകളും മറ്റും നീക്കിയാൽ മാത്രമേ തൂണുകൾ ഉയർത്താനാകൂ. എന്നാൽ എന്തു പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. താഴാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താനും സ്വീകരിക്കേണ്ട തുടർ നടപടികൾ തീരുമാനിക്കാനും വിദഗ്ധരായ കൂടുതൽ പേരുടെ സംഘം ഇനിയും പരിശോധന നടത്തുമെന്ന് പ്രോജക്ട് ഡയറക്ടർ പറഞ്ഞു. തൂണുകൾ എവിടെ വരെ താഴ്ന്നിട്ടുണ്ടെന്നും ഏതെങ്കിലും പാറയിൽ തങ്ങി നിൽക്കുകയാണോ എന്നും പരിശോധിക്കും. ഏകദേശം 500 മില്ലിമീറ്റർ വരെ തൂണുകൾ താഴ്ന്നതായി ദേശീയപാത അതോറിറ്റി സ്ഥിരീകരിച്ചിരുന്നു. പരിശോധനയും തുടർ പ്രവൃത്തികളും കരാർ കമ്പനിയുടെ ചെലവിലും ഉത്തരവാദിത്വത്തിലുമാണ് നടത്തുക. ഡൽഹി കേന്ദ്രമായ കമ്പനിയാണ് ഇടപ്പള്ളി മൂത്തകുന്നം റീച്ചിൽ നിർമ്മാണം നടത്തുന്നത്. പൈലിംഗിൽ വന്ന അപാകതയാണ് താഴ്ചയുടെ കാരണമെന്നാണ് കരാർ കമ്പനി അധികൃതർ പറയുന്നത്. ആലുവയിലെ ഒരു സ്ഥാപനമാണ് ഉപകരാറെടുത്ത് പൈലിംഗ് നടത്തിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഓട്ടോറിക്ഷ തകർത്തു. സമീപത്തെ വീടിനും സബ് ആശുപത്രിയിലും കേടുപാടുകൾ വരുത്തി. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണ്. പലരും തലനാരിഴയ്ക്കാണ് ആനയാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വാൽപ്പാറ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു സംഭവം. 4 കാട്ടാനകളാണ് വനത്തിൽ നിന്നിറങ്ങി വന്ന് നാശനഷ്ടം വരുത്തിയത്. വാൽപ്പാറയ്ക്ക് സമീപം ഊമയാണ്ടിമുടക്ക് വാട്ടർ ബോൾ എസ്റ്റേറ്റിലെ പ്രഭുവിന്റെ വീടിനാണ് കേടുപാടുകൾ വരുത്തിയത്. വീടിന്റെ ജനൽ, വാതിൽ എന്നിവ ആനക്കൂട്ടം തകർത്തു. ആശുപത്രിയുടെ ചില്ലുകൾ തകർത്തിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുകയാണ്.
പലരും തലനാരിഴയ്ക്കാണ് ആനയാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. മാള പഴുക്കരയിൽ റോഡ് ടാറിംഗ് ചെയ്ത് 1 മാസം തികഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞു. കഴിഞ്ഞ ദിവസം റോഡിലൂടെ എത്തിയ വാഹനം പിന്നോട്ടെടുത്തതോടെയാണ് റോഡിന്റെ ദുർബലാവസ്ഥ പുറത്തറിഞ്ഞത്. വാഹനത്തിന്റെ ചക്രം തിരിഞ്ഞ സമയത്ത് ടാർ പാളികൾ ഇളകി മറിഞ്ഞതായി നാട്ടുകാർ പറയുന്നു. ഇതോടെയാണ് റോഡ് നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് ജനങ്ങൾ ആശങ്കയിലായത്. മാള പഴുക്കരയിൽ റോഡ് ടാറിംഗ് ചെയ്ത് 1 മാസം തികഞ്ഞപ്പോഴേക്കും ടാർ പൊളിഞ്ഞു. കോൺട്രാക്ടർ സ്ഥലത്തെത്തി ചില ഭാഗങ്ങളിൽ പാച്ച് വർക്ക് നടത്തിയെങ്കിലും പ്രശ്നത്തിന് അടിസ്ഥാനപരമായ പരിഹാരമല്ലെന്ന വിമർശനമാണ് ഉയരുന്നത്. റോഡിന്റെ അരികുവശങ്ങൾ മുഴുവനും അടർന്നു വരുന്ന നിലയിലാണ്. അതിന് മുകളിലെ ടാർ പാളി കൈകൊണ്ട് തൊട്ടാൽ പോലും ഇളകി വരുന്ന തരത്തിലാണ് ടാറിംഗ് നടത്തിയിരിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ കഴിഞ്ഞ 1 മാസം മുമ്പ് ഈ റോഡ് ടാർ ചെയ്ത് പോയതാണ്. കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മാർച്ചിന് മുമ്പ് ടാർ ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ ടാർ ചെയ്ത് പോയതാണ്. പോയി കറക്റ്റ് 1 മാസത്തിനുള്ളിൽ ഇന്നലെ ഒരു വണ്ടി ഇതിൽ പോയി. ആ വണ്ടി ഒന്ന് റിവേഴ്സിട്ട് തിരിച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 സൈഡിലും ടാറാണ് ഇളകി പോയി. അപ്പോൾ നമ്മൾ കോൺട്രാക്ടറെ വിളിച്ച് ചോദിച്ചു. കോൺട്രാക്ടർ പറഞ്ഞു 6 മാസമെങ്കിലും മിനിമം വേണം ഒരു ടാർ ചെയ്ത് കഴിഞ്ഞ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ശരിയാവുന്ന ചെയ്ത് അത് ഞാൻ എന്നെ വിളിച്ച് ചോദിച്ചു. എയോട് ചോദിച്ചു, ഇങ്ങനെ കോൺട്രാക്ടർ ഇങ്ങനെയുള്ള റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ വണ്ടി പോയത് 6 മാസമെങ്കിലും റോഡ് കിടക്കുന്നതാണ് പറയണതെന്ന്. അപ്പോൾ എയും ചിരിച്ചു. അല്ലാണ്ട് പിന്നെ വേറെ എന്നിട്ട് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെ ഈ സാധനം വാരി മാറ്റായിരുന്നു. ഇന്നലെ വാരി മാറ്റിയത് പരാതി കൊടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പോൾ 2 സൈഡിൽ വന്ന് പേച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇത്ര വേഗത്തിൽ റോഡ് തകർന്നത് നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവിനെയും മേൽനോട്ടത്തിലെ വീഴ്ചകളെയും സൂചിപ്പിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് മോടൻകുന്ന് കോളനിക്കുള്ള റോഡാണ്. ഇത് 1 മാസം ടാർ ചെയ്തിട്ടുള്ളൂ. 1 മാസത്തിന് ശേഷം വീണ്ടും അത് ഒരു വണ്ടി പോയി പൊളിഞ്ഞു. സൈഡൊക്കെ അടർത്തിയെടുക്കാവുന്ന ഇതിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ വീണ്ടും റീടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരും കാലത്തിൽ അറിയാൻ പറ്റും. ചെറിയ മഴ പെയ്താൽ പോലും റോഡ് പൂർണ്ണമായി ഒലിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നും അവർ ആരോപിച്ചു. മാള പഞ്ചായത്തിൽ റോഡ് നിർമ്മാണങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും റോഡ് നിർമ്മാണത്തിലെ ഗുണനിലവാരക്കുറവും കരാറുകാരുടെ പ്രവർത്തന രീതിയും സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വികസന നേട്ടത്താൽ ഇടതുപക്ഷ സർക്കാർ 3ാം തവണയും ഭരണത്തിലെത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFിന്റെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന മധ്യമേഖല ജാഥയ്ക്ക് കയ്പമംഗലം മണ്ഡലത്തിലെ മതിലകം സെന്ററിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജനങ്ങളെക്കാളും വലിയവരായിട്ട് ആരുമില്ല. LDF അതാണ് ഇടതുപക്ഷം. വലതുപക്ഷത്തിന്റെ വികസന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ആ വാക്ക് അവരും പറയാറുണ്ട്, വികസനം എന്ന വാക്ക്. പക്ഷെ ആ വാക്ക് മാത്രം പറഞ്ഞാൽ പോരാ. വികസനം എന്ന വാക്ക് പറയുമ്പോൾ ലോകത്തെല്ലാം ആ ചോദ്യമുണ്ടായിരുന്നു, എന്താണ് വികസനം, ആർക്ക് വേണ്ടിയാണ് വികസനം? ആ ചോദ്യം ചോദിച്ചപ്പോഴാണ്, ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്തെവിടെയും ഇടതുപക്ഷവും വലതുപക്ഷവും വഴിമാറി പിരിയുന്നത്. ഇവിടെയും അതങ്ങനെ തന്നെയാണ്. വികസനം ആർക്ക് വേണ്ടിയാണ്? LDF എന്നും പറയുന്നു വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ LDF പറയും, ഇന്നലെ ജീവിച്ചതിനേക്കാളും നല്ലവണ്ണം ജീവിക്കാനാകണം നാളെ. എല്ലാം അത്ഭുതം കാണിച്ചെന്ന് പറയുകയല്ല, പക്ഷേ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരും എന്ന് മറ്റൊന്നും കിടക്കുന്നില്ല. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗത്തിൽ ജാഥ മാനേജർ M. സുരാജ്, ജാഥാംഗങ്ങളായ CS സുജാത, PK രാജൻ, A. ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മാളപ്പള്ളിപ്പുറം പടിഞ്ഞാറൻമുറിയിൽ മസ്ജിദ് അൽനൂർ ദേവാലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്കമാലി ടൗൺ ജുമാ മസ്ജിദ് ഇമാം MM. ബാവ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. തലമുറ മുതൽ ഇതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ആഗ്രഹിച്ചവർക്കെല്ലാം സർവശക്തനായ തമ്പുരാൻ ഇതിനെ അനുകൂലിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാം ഇരു ലോകത്തും സന്തോഷത്തിൻ്റെ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു നിർത്തട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. മാള മഹൽ പ്രസിഡന്റ് A. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു പാറേക്കാട്ട്, വാർഡ് മെമ്പർ സുജാത വിജയൻ, മാള ഫുറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറമേൻ,
മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ഫാദർ പോൾ തോമസ്, കളരിക്കൽ ക്ഷേത്രം മേൽശാന്തി CS മധു തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഇൻഡസ്ട്രി അക്കാദമിയ ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, അതായത് പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടും പ്രോജക്റ്റ് ഓറിയൻറ്റഡും റിസർച്ച് ഓറിയൻറ്റഡുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സജീവത പകർന്നുകൊണ്ടുമെല്ലാം കരിക്കുലം പരിഷ്കരണവും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള സിലബസ് പരിഷ്കരണവും ഏറ്റെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയായി ഞാൻ കരുതുകയാണ്. വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണിതെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. കളമശ്ശേരി SITTR ജോയിന്റ് ഡയറക്ടർ KG സിനിമോൾ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് റീജിയണൽ ഹെഡ് R. ജിതി, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PA സോളമൻ, വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് നജൽ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് മോട്ടോർ ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂരിലെ കറവ തൊഴിലാളികളായ തമിഴ്നാട് തേനി സ്വദേശി രാജുവാണ് മരിച്ചത്. എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ നിന്നും യാത്രക്കാരുമായി അഴീക്കോട്ടേക്ക് പോവുകയായിരുന്ന റിസ്വാൻ എന്ന ബസ്സിൽ എതിരെ വന്ന മോട്ടോർ ബൈക്ക് ഇടിക്കുകയായിരുന്നു. മറ്റൊരു സ്കൂട്ടറിൽ തട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിൽ ചെന്നിടിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ എറിയാട് സ്വദേശി മനാഫിന് പരിക്കേറ്റു. ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ പൊറുതിമുട്ടിന് അറുതി. പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിയിലെ മണൽ ഖനനം അവസാനിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിനിടയിൽ 2 തൂണുകൾ താഴ്ന്ന മൂത്തുകുന്നം BP തുരുത്ത് പാലത്തിൽ ഭാഗികമായ പൊളിച്ചുപണി വേണ്ടി വന്നേക്കും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ P. പ്രദീപിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ചാലക്കുടി വാൽപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഓട്ടോറിക്ഷ തകർത്തു. സമീപത്തെ വീടിനും സബ് ആശുപത്രിയിലും കേടുപാടുകൾ വരുത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.